ചുളിവിന് ചട്ടി കിട്ടിയപ്പോൾ 10 എണ്ണം വാങ്ങി കേട്ടോ. 10 എണ്ണത്തിന് 25 രൂപയാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്നാണ് ഞാൻ ചട്ടി വാങ്ങിയത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചട്ടിയാണ്. ചെടിയുടെ ഹോളിൽ കൂടെ ഉറുമ്പ് കയറുകയും അല്ലെങ്കിൽ മണ്ണ് അതിൽ കൂടെ പോകുന്നതും തടയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് സ്പഞ്ചോ അല്ലെങ്കിൽ കരിയിലയോ അതും ഇല്ലെങ്കിൽ കുറച്ച് വലിയ കല്ലൊക്കെ ഇട്ട് കൊടുക്കാം. വെള്ളം ചട്ടിയുടെ ഹോളിൽ കൂടെ പോകുന്നു ഉറപ്പ് വരുത്തുന്നത് എന്തും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ചെടികൾ നല്ല രീതിയിൽ പിടിക്കണമെങ്കിൽ നല്ല പോട്ടി മിക്സ് തന്നെ ഇടണം. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ കാണുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ നടാൻ പോകുന്നത് എന്തായാലും റോസാണ് കേട്ടോ. അപ്പോൾ റോസിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആയാലും ഏതൊരു ചെടിക്കും ഈ പോട്ടി മിക്സ് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ റോസ് ഒന്ന് നട്ട് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള പോട്ടാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 6 to 7 ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഈ നടുന്ന കണ്ടിട്ട് പേടിക്കേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് നടാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് നടുന്നത്. അതിൽ കുറച്ച് മണ്ണ് നല്ല രീതിയിൽ ടോപ്പ് ലെയറിൽ കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ വേര് കാണാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ബഡ് റോസ് ആണെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ താഴത്ത് വെച്ചിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ കേട്ടോ. ബഡിൽ ഒരിക്കലും മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് ചിലപ്പോൾ റോസ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ചില റോസുകൾ നശിക്കത്തില്ല, പക്ഷേ എന്നാലും നിങ്ങൾ ബഡിന് താഴെ വേണം മണ്ണിട്ട് കൊടുക്കാൻ. മാത്രമല്ല എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സൈഡിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വേര് കാണുകയാണെങ്കിൽ പെട്ടെന്ന് സൺലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ വേരിന് എന്തെങ്കിലും പ്രശ്നം വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ ചെടി മൊത്തത്തിൽ ഉണങ്ങിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ റോസ് നട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റോസ് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്. മാത്രമല്ല ഈ റോസ് എന്ന് പറയുന്നത് 120 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ എപ്പോഴും റോസ് സെലക്ട് ചെയ്യുന്നത് റോസിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ റോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന റോസുകൾ നമ്മുടെ ക്ലൈമറ്റിന് ഓക്കെ ആവുമെന്ന് വെച്ചാൽ ഒട്ടും ഓക്കെ അല്ല. അത് ശരിയായ കാര്യമാണ്. കാരണം നമ്മളത് വാങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോൾ റോസിൻ്റെ വലിപ്പം കുറയും. റോസ് തനിയെ അതായത് പയ്യെ തന്നെ റോസ് നല്ല രീതിയിൽ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നാടൻ റോസും നാടൻ ബഡ് റോസൊക്കെ വാങ്ങി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിന് 2-3 പൂക്കളെങ്കിലും നിറയെ കിട്ടും. അപ്പോൾ നമ്മൾ അത് നോക്കി വാങ്ങി വയ്ക്കുക. അതായത് നമ്മുടെ ഓൺലൈൻ നഴ്സറിക്കാരൊക്കെ ഒരുവിധം റോസിനെ പറ്റി കുറച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വിൽക്കുന്ന റോസുകളൊക്കെ അത്യാവശ്യം വില കൂടിയതാണെങ്കിലും നാടൻ റോസുകളായിരിക്കും. ചിലവർ നല്ല കത്തി റേറ്റാണ്, എന്നാലും ഒരു 120 വാങ്ങുന്ന റോസുകളൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് പൂക്കൾ തരുന്ന റോസുകളായിരിക്കും, നല്ല സൺലൈറ്റ് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ റോസുകൾ നോക്കി സെലക്ട് ചെയ്യുക, നടുക. അപ്പോൾ കുറച്ചെങ്കിലും പൂക്കളുണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങുക കേട്ടോ. നമ്മുടെ നാട്ടിൽ റോസ് പിടിക്കില്ല എന്നൊന്നുമില്ല. എൻ്റെ വീട്ടിൽ പിടിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പിടിക്കും. അപ്പോൾ അതിന് അത്യാവശ്യം കെയറും സൺലൈറ്റൊക്കെ കൊടുത്താൽ മതി. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വലിയ വില കൂടിയ മരുന്നുകളൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നാടൻ റോസുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വെയിലത്ത് പിടിക്കുന്ന റോസുകളാണ് അതൊക്കെയെന്ന് പറയുന്നത്. ആദ്യം സമ്മർ സ്നോ റോസ് പോലത്തെ റോസുകളൊക്കെ വാങ്ങി വെച്ച് നോക്കുക കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഏതെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ് നിങ്ങൾക്ക് കാണുമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഏത് ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന്. ഇവിടെ ഉണ്ടെങ്കിൽ ഇടാൻ കേട്ടോ.